പ്രൈസിലോ കർത്താവിൻ്റെ അതിപരിസമായ നാം വാഴ്ത്തപ്പെടട്ടെ. വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളുമൊക്കെയുമായിരുന്ന ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വലിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവത്തിൻ്റെ ചിന്തയ്ക്ക് വേണ്ടി ഒരു ദൈവത്തിൻ്റെ ഭാഗം വായിക്കുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 32-ാം അധ്യായം എൻ്റെ 1-2 വാക്യങ്ങൾ. ഒരു രാജാവ് നീതിയോടെ വാഴും, പ്രഭുക്കന്മാർ ന്യായത്തോടെ അധികാരം നടത്തും. ഓരോരുത്തൻ കാറ്റിന് ഒരു മറവും വിശറിന് ഒരു സങ്കേതവുമായി വരണ്ട നിലത്ത് നീർത്തോടുകൾ പോലെയും ക്ഷീണമുള്ള ദേശത്ത് ഒരു വൻപാറയുടെ തണൽ പോലെയും ഇരിക്കും. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്തിനായി ഈ ദൈവത്തെ സ്തുതിക്കുന്നു. ഇതുപോലെ ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവികമായ അനുഭവങ്ങളെ, ദൈവികമായ മാറ്റങ്ങളെ, ആത്മീയ അനുഗ്രഹങ്ങളെ കൊണ്ടുവരണം എന്നുള്ളതാണ് പരിശുദ്ധാത്മാവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ വചനം കേൾക്കുന്നതോറും നമ്മുടെ ജീവിതത്തിനകത്ത് ആത്മീയ അഭിവൃദ്ധിയിലേക്ക് വരിക, ആത്മീയ അനുഗ്രഹത്തിലേക്ക് വരിക, ക്ഷീണങ്ങൾ മാറിപ്പോവുക എന്നുള്ളതാണ് വചനം വായിക്കുന്നത്. ഈ ഭാഗത്ത് ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ മനുഷ്യൻ്റെ ജീവിതത്തിൽ അനുഭവപ്പെടുന്ന 2 വിധ ക്ഷീണങ്ങളെക്കുറിച്ച് കാണാൻ കഴിയും. ഹല്ലേലൂയ. ഒന്ന്, മനുഷ്യൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന ശാരീരികമായ ക്ഷീണം. ഹല്ലേലൂയ. രണ്ടാമത്തെ, ആത്മാവിലുണ്ടാകുന്ന തളർച്ച. ഈ 2 കാര്യങ്ങളിലൂടെയാണ് മനുഷ്യൻ പലപ്പോഴും പരാജിതനായി മാറുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ നമുക്ക് ദൈവത്തിൻ്റെ വചനം വായിച്ച് നമ്മൾ കേട്ടല്ലോ. ഹല്ലേലൂയ. വരണ്ട നിലത്ത് നീർത്തോടുകൾ പോലെ. ഹല്ലേലൂയ. അത് മഴ പെയ്യാതെ കറ്റിച്ച് കിടക്കുന്ന ഭൂമിയിൽ, തരിശായിട്ട് കിടക്കുന്ന ഭൂമിയിൽ, വരണ്ട് കിടക്കുന്ന ഭൂമിക്ക് ദൈവം മഴ തരുമ്പോൾ, ഹല്ലേലൂയ, ആ മഴവെള്ളം ഭൂമിയിലേക്ക് പെയ്തിറങ്ങുമ്പോൾ ചില നീർത്തോടുകൾ കാണാൻ വരും. ഹല്ലേലൂയ. അങ്ങനെ ചില നീർത്തോടുകൾ വരുമ്പോൾ ആ നീർത്തോടുകൾ ഒഴുകിച്ചെല്ലുന്ന സ്ഥലങ്ങളിൽ, ഹല്ലേലൂയ, പച്ച പുല്ലുകളും പച്ച തളിർപ്പുകളും അവിടെ ഉണ്ടാകാൻ തുടങ്ങും. നീർത്തോടുകൾ കടന്നു പോകുന്ന സ്ഥലങ്ങളിൽ നിൽക്കുന്ന എല്ലാ സസ്യാദികൾക്കും വൃക്ഷങ്ങൾക്കും അതൊരു ആശ്വാസകരമാണ്. നീർത്തോടുകൾക്കകത്തു ഒഴുകിച്ചെല്ലുന്ന വെള്ളങ്ങൾ ആ വേരുകൾ വലിച്ചെടുത്ത് ആ വൃക്ഷം ഹല്ലേലൂയ നന്നായി തളിർക്കുന്നത് പോലെ, സസ്യങ്ങൾ നന്നായി തഴച്ചു നിൽക്കുന്നത് പോലെ, ഹല്ലേലൂയ, ഇന്ന് പകൽ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, ശാരീരികമായി നിങ്ങളുടെ മാറുവാൻ ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ വരണ്ട അനുഭവങ്ങളെ മാറുവാൻ ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ, ഹല്ലേലൂയ, അത് നിങ്ങളുടെ ക്ഷീണത്തെ മാറ്റിക്കളയും. ഹല്ലേലൂയ. വരണ്ട നിലത്തെ നീർത്തോടുകൾ പോലെ ജീവിതത്തിൽ വരണ്ടുപോയ ചില സാഹചര്യങ്ങളുടെ നടുവിൽ ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ ജീവിതത്തിനകത്ത് വരുമ്പോൾ, ഹല്ലേലൂയ, അത് നിങ്ങൾക്ക് തണുപ്പേകുവാൻ കാരണമാകും. ഹല്ലേലൂയ. രക്തം ചെയ്യാൻ വിശ്വസിക്കുന്ന ദൈവമക്കൾ ആമേൻ പറഞ്ഞാട്ട്. അപ്പം ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ കാണുന്നത് ശരീരത്തിലുണ്ടാകുന്ന ക്ഷീണമുഖാന്തരം, ഹല്ലേലൂയ, മനുഷ്യന് വിശ്രമമില്ലായ്മ കടന്നു വരും. ഹല്ലേലൂയ. മാത്രമല്ല, മനുഷ്യൻ ശരീരത്തിലുണ്ടാകുന്ന ക്ഷീണം മുഖാന്തരം മെലിഞ്ഞു പോകുവാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ മെലിഞ്ഞു പോയി കുഴഞ്ഞു പോകുന്ന, മടുപ്പുളവാക്കുന്ന ചില സാഹചര്യങ്ങളിലൂടെ നിങ്ങളുമൊക്കെ കടന്നു പോകുന്ന ചില സാഹചര്യങ്ങളിൽ ദൈവത്തിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിലേക്ക് എത്തുമ്പോൾ നമ്മുടെ ശാരീരികമായ ക്ഷീണത്തെ മാറ്റിത്തരുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുക. ഹല്ലേലൂയ. അത് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സ്നേഹിതരെ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് വരണ്ട അനുഭവങ്ങളെ മാറിപ്പോകണമെങ്കിൽ, കുടുംബത്തിൻ്റെ വരണ്ട അനുഭവങ്ങളെ മാറിപ്പോകണമെങ്കിൽ, കുടുംബ ജീവിതത്തിനകത്തെ വരൾച്ച മാറിപ്പോകണമെങ്കിൽ, തലമുറയുടെ വരൾച്ച മാറിപ്പോകണമെങ്കിൽ, ഇവിടെ സാമ്പത്തികമായ ഞെരുക്കത്തിൻ്റെ വരൾച്ചകൾ മാറിപ്പോകണമെങ്കിൽ, നിങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിലേക്ക് മടങ്ങി വരികയാണെങ്കിൽ, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ, വരണ്ട നിലത്ത് നീർത്തോടുകൾ പോലെ അത് നിങ്ങളുടെ ജീവിതത്തിനകത്ത് തളരേകാൻ കാരണമാകും. അല്ലെങ്കിൽ ആശ്വാസം ലഭിക്കുമെന്ന് പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, ഇപ്പോൾ നിങ്ങൾ കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങളുടെ നടുവിൽ നിങ്ങളെ കൈപിടിച്ച് ഉയർത്തുവാൻ, ഹല്ലേലൂയ, നിങ്ങൾ സ്നേഹിച്ചവരും നിങ്ങൾ ഇഷ്ടപ്പെട്ടവരും നിങ്ങളോട് കൂടെ നടന്നവർക്കും കഴിഞ്ഞെന്ന് വരത്തില്ല. ഒരുപക്ഷെ അവരെല്ലാം നിങ്ങളെ വിട്ട് അകന്നു മാറിയേക്കാം. എന്നാൽ ഇവിടെ ദൈവത്തിൻ്റെ വചനം പറയുന്നത്,
ലോകം നിങ്ങൾ അകന്ന് മാറിയാലും, ലോകക്കാർ നിങ്ങളെ അകന്ന് മാറിയാലും, നിങ്ങളോട് കൂടെ ഉണ്ടായിരുന്നവർക്ക് മാറിപ്പോയാലും പരിശുദ്ധാത്മാവ് പറയുന്നത് ഹല്ലേലൂയ, വരണ്ട നിലത്ത് നീർത്തോടുകൾ പോലെ ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ആമേൻ, ലോകത്തിന് തരുവാൻ കഴിയാത്ത ആശ്വാസം പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് തരികയാണ്. ഹല്ലേലൂയ. വിശ്വസിക്കുന്ന ദൈവമക്കളുടെ ആമേൻ പറഞ്ഞാട്ട് ഹല്ലേലൂയ. അപ്പം ദൈവത്തിൻ്റെ വചനമാണ് നമ്മളെ ശക്തിപ്പെടുത്തുന്നത് എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അപ്പം വചനം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നാൽ, അല്ലെങ്കിൽ എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, എന്നെ കേൾക്കുന്ന മാതാവി പിതാവ്, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ആത്മീയമായ അഭിവൃദ്ധി ഉണ്ടാകുമെന്നാണ് പരിശുദ്ധാത്മാവ് ഇവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. ഇവിടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജനനത്തിന് 700 വർഷങ്ങൾക്ക് മുമ്പ്, ഹല്ലേലൂയ, യെശയ്യാ പ്രവാചകൻ പരിശുദ്ധാത്മാ നിയോഗത്താൽ എഴുതപ്പെട്ട ഈ പ്രവചന സന്ദേശങ്ങൾ, ഹല്ലേലൂയ, ഇന്ന് ഈ വചനം വായിക്കുന്ന സകല ജീവിതങ്ങളിൽ ജീവിതത്തിൽ ഇത് അനുഗ്രഹമായി മാറുകയാണ്. ഹല്ലേലൂയ. എത്ര യാഥാർത്ഥ്യമായിട്ടാണ് ഈ ദൈവത്തിൻ്റെ വചനം ഇന്ന് എനിക്ക് നിങ്ങൾക്ക് വായിച്ച് സന്തോഷിക്കുവാനും ഇതിനകത്തെ ആത്മീയ ദൂതുകളും, ഹല്ലേലൂയ, ആത്മീയ അനുഗ്രഹങ്ങളും ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളും നമുക്ക് പ്രാപിക്കുവാൻ കഴിയുന്നത്. അത് ഇന്ന് പകൽ നിങ്ങൾ ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്നെ കേൾക്കുന്നവരെ സ്നേഹിതരെ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ക്ഷീണത്തെ മാറ്റിത്തരുവാൻ ദൈവത്തിൻ്റെ വചനത്തിന് മാത്രമേ കഴിയുള്ളൂ. ഇന്ന് പകൽ നിങ്ങൾ ദൈവവചനത്തിൽ വിശ്വസിക്കുന്നെങ്കിൽ, ഹല്ലേലൂയ, ഞാൻ ദൈവവചനം വായിച്ച പോലെ വരണ്ട നിലത്ത് നീർത്തോടുകൾ പോലെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ വചനം വെളിപ്പെട്ട് കഴിയുമ്പോൾ ക്ഷീണാവസ്ഥയിൽ ഇരിക്കുന്ന നിങ്ങളുടെ ക്ഷീണത്തെ മാറ്റി നിങ്ങൾക്ക് ആത്മാവിൽ എഴുന്നേൽക്കാൻ കഴിയും. വിശ്വസിക്കുന്നവർ കരങ്ങൾ തട്ടി ദൈവത്തെ സ്തുതിച്ചാട്ട് രക്തം ചെയ്യാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പം ദൈവത്തിൻ്റെ വചനമാണ് നമ്മുടെ വരൾച്ചകളെ നീക്കുന്നതെന്നാണ് പ്രവാചകൻ നമ്മോട് ഇന്ന് പകൽ രാമലിയ ദൈവവചനത്തിലൂടെ പറയുന്നത്. സ്തോത്രം. രണ്ടാമത്തെ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ, ഹല്ലേലൂയ, ആത്മാവിൻ്റെ തളർച്ചയാണ്. ഹല്ലേലൂയ. അവിടെ വായിക്കുന്ന ക്ഷീണമുള്ള ദേശത്ത് ഒരു വൻപാറയുടെ തണൽ പോലെ ഇരിക്കുമെന്നാണ്. അത് നാം ദീർഘദൂരം യാത്ര ചെയ്യുന്നവരാണ്, ദീർഘദൂരം നാം സഞ്ചരിക്കുന്നവരാണ്. അങ്ങനെ ദീർഘദൂരം സഞ്ചരിച്ച് നാം കടന്നു വരുമ്പോൾ വളരെ ക്ഷീണം നമുക്കുണ്ടാകാം. അങ്ങനെ ക്ഷീണമുണ്ടാകുമ്പോൾ ഒരു തണൽ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് ലഭിക്കുമ്പോൾ നാം തണലിന് മറപറ്റി വിശ്രമിക്കുവാൻ കാരണമാകും. ഹല്ലേലൂയ. അങ്ങനെ നാം വിശ്രമം കണ്ടെത്തുന്ന പോലെയാണ് ഇവിടെ തിരുവെഴുത്ത് പറയുന്നത്. ക്ഷീണമുള്ള ദേശത്ത്, ഹല്ലേലൂയ, ഒരു വൻപാറയുടെ തണൽ പോലെ ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ ജീവിതത്തിനകത്ത് അനുഗ്രഹമായി മാറുകയാണ്. വിശ്വസിക്കുന്നവർ സ്തോത്രം പറഞ്ഞാട്ട് ഹല്ലേലൂയ. അത് ഇന്ന് പകൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ, നിങ്ങളുടെ ആത്മീയ തളർച്ചയുടെ അനുഭവത്തെ മാറ്റിത്തരാൻ ദൈവത്തിൻ്റെ വചനത്തിന് കഴിയും. രക്തം ചെയ്യും. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ ദൈവത്തിന് പറഞ്ഞത് ആത്മാവിലുണ്ടാകുന്ന തളർച്ച മൂലം, അല്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയം ക്ഷീണിച്ചു പോകും. ഹല്ലേലൂയ. നിങ്ങളുടെ മനസ്സ് തളർന്നു പോകാൻ സാധ്യതയുണ്ട്. ആത്മാവിൽ നിങ്ങൾക്ക് ക്ഷീണമുണ്ടാകുമ്പോൾ നിങ്ങൾ ഭ്രമിച്ചു പോകുന്ന ചില സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാം. അങ്ങനെ ആത്മാവിൻ്റെ ക്ഷീണം ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തെ തളർത്തിയിട്ട് നിങ്ങളെ നിരാശനാക്കി മാറ്റും. ഹല്ലേലൂയ. നിങ്ങളെ നിരാശനാക്കി മാറ്റിക്കഴിയുമ്പോൾ നിങ്ങൾ പലതിനെക്കുറിച്ച് ചിന്തിച്ചും വിചാരപ്പെട്ടും, ഹല്ലേലൂയ, നിങ്ങളുടെ ആത്മജീവിതത്തിനകത്ത് നിങ്ങൾക്ക് എഴുന്നേൽക്കുവാൻ കഴിയാതെ പിശാച് തന്ത്രങ്ങൾ കൊണ്ടിട്ട് നിങ്ങൾ മരണത്തിലേക്ക് നയിക്കുവാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഈ ആത്മാവിൻ്റെ ക്ഷീണമൊക്കെ സംഭവിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഹൃദയം ക്ഷീണിച്ചു പോകും, മനസ്സ് തളർന്നു പോകും, ഭ്രമിച്ചു പോകും. ആ സന്ദർഭത്തിലാണ് മനുഷ്യൻ പലതിനെക്കുറിച്ചും വിചാരപ്പെട്ടിട്ട് ജീവിതം തന്നെ തകർത്ത് കളഞ്ഞേക്കാം, മരിച്ചു കളഞ്ഞേക്കാം എന്നുള്ള തീരുമാനമെടുക്കുന്നത്. അതേപോലെ നിങ്ങളുടെ ജീവിതത്തെ തകർത്ത് കളയുന്നതിന് മുമ്പ്, നിങ്ങളുടെ ജീവിതത്തെ നശിപ്പിച്ച് കളയുന്നതിന് മുമ്പ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രഭാതത്തിൽ ശക്തമായി നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിലേക്ക് മടങ്ങി വരുന്നെങ്കിൽ, ഹല്ലേലൂയ, ദൈവവചനം നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ സ്തോത്രം, ഹല്ലേലൂയ, ഈ ദൈവത്തിൻ്റെ വചനം വരണ്ട നിലത്ത് നീർത്തോടുകൾ പോലെയും ക്ഷീണമുള്ള ദേശത്ത് ഒരു വൻപാറയുടെ തണൽ പോലെയും നിങ്ങളുടെ ജീവിതത്തിൽ വചനം വെളിപ്പെടുക തന്നെ ചെയ്യും. അത് യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ സാന്നിധ്യം നിങ്ങൾ അനുഭവിക്കുവാൻ കഴിയണം. ഹല്ലേലൂയ. പ്രവാചകൻ എഴുതി വെച്ച ദൈവത്തിൻ്റെ വചനങ്ങൾ ഈ കാലഘട്ടത്തിൽ ദൈവസഭയ്ക്ക് വലിയ അനുഗ്രഹമായി മാറുകയാണ്. ഹല്ലേലൂയ. അതെ, ഞാൻ നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യം വല്ലാത്തൊരു അനുഭവത്തിലൂടെയാണ്. ഈ സാഹചര്യത്തിൽ
ആദ്യത്തിൻ്റെ നടുവിൽ പ്രേസലോട് ഹല്ലേലൂയ പിടിച്ചു നിൽക്കുവാൻ കഴിയാത്ത വിധത്തിൽ ശാരീരികമായ ക്ഷീണങ്ങളും ആത്മീയമായ തളർച്ചയും നിങ്ങളെ നിങ്ങളെ വല്ലാത്ത വിധത്തിൽ വേദനിപ്പിച്ചേക്കാം. അതിൻ്റെ നടുവിൽ പ്രിയ സ്നേഹിത, നിങ്ങൾ തളർന്നു പോകരുത്. എന്നെ കേൾക്കുന്ന മാതാവി പിതാവി, നിങ്ങൾ തളർന്നു പോകരുത്. ദൈവത്തിൻ്റെ വചനത്തിലേക്ക് മടങ്ങുവാൻ ലോകം തരാത്ത ആശ്വാസം, ലോകം തരാത്ത സമാധാനം ദൈവ വചനത്തിനകത്തുണ്ട്. കാരണം ഇത് യേശു ക്രിസ്തു നമുക്ക് നൽകി തന്നിരിക്കുന്ന ഈ തിരുവെഴുത്തിനകത്ത് നമ്മുടെ ജീവിതത്തിലെ എല്ലാ കഷ്ടതകൾക്കും പരിഹാരം നൽകുന്ന വചനമാണ്. ഹല്ലേലൂയ. അപ്പം ദൈവത്തിൻ്റെ വചനത്തിലേക്ക് മടങ്ങി വരാനാണ് ഇവിടെ ദൈവാത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഇവിടെ ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ കാണുന്നത് ശ്യാമിൻ്റെ പുസ്തകം 32-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം വായിക്കും കാണുന്നത് ഒരു രാജാവ് നീതിയോടെ വാഴും, പ്രഭുക്കന്മാർ ന്യായത്തോടെ അധികാരം നടത്തും എന്നുള്ളതാണ്. അത് ഇന്നത്തെ കാലത്ത് ഈ കാലഘട്ടത്തെ സംബന്ധിച്ച് നാം പഠിച്ചു കഴിയുമ്പോൾ ലോക രാജ്യങ്ങളുടെ ചരിത്രം നാം പഠിച്ചു കഴിഞ്ഞാൽ എവിടെയും അസമാധാനമാണ്, എവിടെയും അക്രമങ്ങളാണ്, എവിടെയും പീഡനങ്ങളാണ്, എവിടെയും ഭയപ്പെടുത്തുന്ന അനുഭവങ്ങളാണ്. മനുഷ്യർ തമ്മിൽ അല്ലെങ്കിൽ യാതൊരു വിധത്തിലും സഹകരിക്കുവാൻ സ്നേഹിക്കുവാൻ കഴിയാതെ പരസ്പരം അല്ലെങ്കിൽ കടിച്ചു കീറുന്ന ചെന്നായ്ക്കളെ പോലെ മനുഷ്യന്റെ ജീവിതത്തിനകത്ത് വിള്ളലുകൾ വന്നിട്ട് മനുഷ്യൻ തങ്ങളെ തന്നെ മറന്നിട്ട് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ലോക രാജ്യങ്ങളുടെ സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തിൽ ഏത് മനുഷ്യനും ആഗ്രഹിക്കുന്നതാണ് നീതിയോടെ വാഴുന്ന ഒരു രാജാവിൻ്റെ ഭരണം. അത് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, നാളുകൾക്കും വർഷങ്ങൾക്കും പ്രവാചകൻ എഴുതി വെച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പൂർത്തീകരണത്തിലേക്ക് നമ്മുടെ ലോകം വന്നുകൊണ്ടിരിക്കുകയാണ്. നീതിയോടെ ഭരിക്കുന്ന ഒരു രാജാവ് നമ്മുടെ രാജ്യത്തിൻ്റെ ലോക രാജ്യങ്ങളുടെ ഭരണം ഏറ്റെടുക്കാൻ സമയമായി. ഹല്ലേലൂയ. വിശ്വസിക്കുന്ന ദൈവമക്കൾ ആമേൻ പറഞ്ഞാട്ട് നീതിയോടെ ഭരിക്കുന്ന ഒരു രാജാവ് ലോക രാജ്യത്തിന്റെ ഭരണം ഏറ്റെടുത്ത് കഴിയുമ്പോൾ ഹല്ലേലൂയ പ്രഭുക്കന്മാർ ന്യായത്തോടെ അധികാരം നടത്തും എന്നുള്ളതാണ്. അത് അന്ന് പ്രഭുക്കന്മാരൊക്കെ എന്ത് ചെയ്യും? ന്യായത്തോടെ അധികാരം നടത്തും. അഴിമതിയില്ലാത്ത, അക്രമമില്ലാത്ത, സമാധാനമില്ലാത്ത ഒരു ഭരണം നമുക്ക് ലഭ്യമാകുന്നത് യേശു ക്രിസ്തുവിലൂടെ മാത്രമാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ ജനമേ, ഇന്ന് പകൽ നിങ്ങൾ ആ ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയണം. ഈ ഭൂമി ഞാനും നിങ്ങളും ജീവിക്കുമ്പോൾ സ്തോത്രം രക്തജയം, കഷ്ടപ്പാടുകളുണ്ട്, ദുരിതങ്ങളുണ്ട്, സങ്കടങ്ങളുണ്ട്, കണ്ണുനീരുകളുണ്ട്. അതിൻ്റെ നടുവിലൂടെ കടന്നു പോകുന്ന സ്നേഹിത, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിന്റെ ജീവിതത്തിൻ്റെ തളർച്ചയെ മാറ്റുവാൻ, നിന്റെ ശരീരത്തിൻ്റെ തളർച്ചയെ മാറ്റുവാൻ, ആത്മാവിൻ്റെ ക്ഷീണത്തെ മാറ്റുവാൻ ഹല്ലേലൂയ ദൈവത്തിൻ്റെ വചനത്തിന് മാത്രമേ കഴിയുള്ളൂ. വിശ്വസിക്കുന്നവർ കരങ്ങൾ തട്ടി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാൽ ഹല്ലേലൂയ. അപ്പം നമുക്ക് ദൈവത്തിൻ്റെ വചനമാണ് പ്രിയരെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതെന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ദൈവവചനം ഹല്ലേലൂയ എപ്പോഴെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് ഹല്ലേലൂയ നമുക്കതിനെ സ്വാധീനിക്കാൻ കഴിയുന്നു, വചനത്തിൽ നമുക്ക് നിറയുവാൻ കഴിയുന്നു, അവിടെയെല്ലാം ദൈവ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ കഴിയും. അതുകൊണ്ടാണ് പ്രവാചകൻ എഴുതി വെച്ച യെശയ്യാവിൻ്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ ഹല്ലേലൂയ 2-ാം വാക്യം രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. അന്ത്യകാലത്തെ യഹോവയുടെ ആലയമുള്ള പർവ്വതം ഹല്ലേലൂയ പർവ്വതങ്ങളുടെ ശിഖര സ്ഥാപിതവും കുന്നുകൾക്ക് മീതെ ഉന്നതവുമായിരിക്കും. സകല ജാതികളിലെയും അതിലേക്ക് ഒഴുകിച്ചെല്ലും. ഹല്ലേലൂയ. അത് ഈ ദൈവത്തിനൊക്കെ ഇവിടെ യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. അന്ത്യകാലത്തെ യഹോവയുടെ ആലയമുള്ള പർവ്വതം ഹല്ലേലൂയ. അപ്പം പർവ്വതങ്ങളുടെ ശിഖരത്തിൽ സ്ഥാപിതവും കുന്നുകൾക്ക് മീതെ ഉന്നതവുമായിരിക്കുന്ന സകല ജാതികളും അതിലേക്ക് ഒഴുകിച്ചെല്ലുമെന്നാണ് ഹല്ലേലൂയ. അത് വരുവാനുള്ള രാജ്യത്തിൻ്റെ ദർശനത്തെക്കുറിച്ച് യെശയ്യാ പ്രവാചകന് ദൈവത്തിൻ്റെ ആത്മാവ് നൽകി കൊടുത്തതാണ്. അതേ പ്രിയരെ, സകല ജനം അതിലേക്ക് ഒഴുകിച്ചെല്ലും. കാലം ഇനി അധികമില്ല. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പൂർത്തീകരണം ഹല്ലേലൂയ അവിടെ സംഭവിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. സകല ജാതികളും ദൈവത്തിൻ്റെ ആലയത്തിൽ ഒഴുകി വരുമെന്നാണ് പറയുന്നത്. ഹല്ലേലൂയ. വിശ്വസിക്കുന്ന സ്തോത്രം പറഞ്ഞാട്ട് അത് ഇന്ന് പകൽ നിങ്ങൾ ദൈവത്തിൻ്റെ വചനമാണ്, വചനത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ ഈ വചനം നിങ്ങളുടെ ജീവിതത്തിനകത്ത് അത്ഭുതങ്ങളെ ചെയ്യുവാനായി തീരും. ഹല്ലേലൂയ. അപ്പം നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിലേക്ക് മടങ്ങി വരാം. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ നമുക്ക് 2 തരത്തിലുള്ള ആളുകളെ കൂടെ കാണാൻ കഴിയും. ഞാൻ ആദ്യം പറയും, മനുഷ്യൻ്റെ ജീവിതത്തിൽ 2 വിധ ക്ഷീണമാണ്. ഒന്ന് ശാരീരികമായ ക്ഷീണം, 2 ആത്മാവിൻ്റെ തളർച്ച. ഇനി ഇവിടെ കാണുന്ന 2 വിധത്തിലുള്ള മനുഷ്യരെ കാണാൻ കഴിയും. ഹല്ലേലൂയ. ഒന്ന് അല്ലെങ്കിൽ ലോകപരമായ
ലോകപരമായി ജീവിക്കുന്ന മനുഷ്യൻ, 2 ആത്മീയമായി ജീവിക്കുന്ന മനുഷ്യൻ. ഹല്ലേലൂയ. ലോകപരമായി ജീവിക്കുന്ന മനുഷ്യൻ്റെ ജീവിതത്തിനകത്ത് ബിസിനസ്സുകൾ ചെയ്ത് ജോലികളൊക്കെ ചെയ്ത് വിവിധമായ പ്രവൃത്തിയുള്ള മനുഷ്യൻ സമ്പത്തുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ സമ്പത്തുകൾ ഉണ്ടാക്കി ഒരു ദിവസം അതെല്ലാം കൂടെ നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ, അതിനകത്ത് പരാജയം നേരിടുമ്പോൾ ആ മനുഷ്യൻ എന്താണ് ചെയ്യുന്നത്? തങ്ങളുടെ കൂട്ടുകാരെയും തങ്ങൾക്കുള്ളവരെയൊക്കെ വിളിച്ചൊന്നുകിൽ അല്ലെങ്കിൽ ഈ ലോകത്തിന് സുഖം കൊടുക്കുന്ന മദ്യഷാപ്പുകളിലോ ബീവറേജുകളിലോ അല്ലെങ്കിൽ അങ്ങനെ ലഹരി പദാർത്ഥങ്ങൾക്ക് എവിടെയെങ്കിലും ഒന്നിച്ചു കൂടിയിരുന്ന് ഹല്ലേലൂയ അവരതിൽ സന്തോഷിക്കാൻ കാരണമാകും. കാരണം മാനസികമായ ക്ഷീണത്തെ, അവരുടെ ജീവിതത്തിൻ്റെ ക്ഷീണങ്ങളെ മാറ്റാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരുടെ പരാജയത്തെ മറക്കാൻ വേണ്ടിയിട്ട് അവർ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി മാറുന്നു, ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമകളായി മാറുന്നു. പക്ഷേ അങ്ങനെ ആയി മാറുമ്പോൾ അവർ വായി തുറന്ന് ചിരിക്കുന്നു, അവർ വായി തുറന്ന് സന്തോഷിക്കുന്നു. ഇതെല്ലാം അവർ ചെയ്യുമെന്നാലും അവരുടെ ക്ഷീണത്തെ മറക്കുകയാണ്. എന്നാൽ ഒരു ആത്മീയ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പരാജയങ്ങൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ, ക്ഷീണങ്ങൾ കടന്നു വരുമ്പോൾ ലഹരിക്ക് അടിമയായി മാറാതെ, മയക്കുമരുന്നിന് അടിമയായി മാറാതെ ദൈവത്തിൻ്റെ വചനത്തിലേക്ക് മടങ്ങി വന്ന് ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ ആ മനുഷ്യൻ്റെ ആത്മീയമായ ക്ഷീണം, ശാരീരികമായ ക്ഷീണം, മാനസികമായ ക്ഷീണം മാറി അവർ ദൈവവചനത്തിൽ ബലപ്പെടുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന പേര് ഹല്ലേലൂയ, ദൈവത്തിൻ്റെ വചനത്തിലേക്ക് മടങ്ങി വരണം. സ്തോത്രം. അതുകൊണ്ടാണ് വചനമൊക്കെ പറയുന്നത്. സ്തോത്രം. അല്ലെങ്കിൽ തീമോഥെയോസിൻ്റെ ലേഖനം 2 വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. ഹല്ലേലൂയ. 1 തീമോഥെയോസ് ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യത്തിലേക്ക് കാണുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ശരീരാഭ്യാസം അല്പപ്രയോജനമുള്ളത് എത്രയെന്ന്, ദൈവഭക്തി ഇപ്പോഴത്തെ ജീവന്റെയും വരുവാനുള്ളതിൻ്റെയും വാഗ്ദത്തമുള്ളതാകിയ സകലത്തിനും പ്രയോജനകരമാകുന്നു. അതെ. ഹല്ലേലൂയ. അപ്പൊ ഈ ഭൂമി നാം തിരഞ്ഞെടുക്കുന്നതൊക്കെ ഹല്ലേലൂയ എല്ലാം നശ്വരമായി മാറും. ഹല്ലേലൂയ. എല്ലാം നഷ്ടപ്പെട്ടു പോകും. ഹല്ലേലൂയ. എന്നാൽ പ്രിയരെ, നാം ആത്മീയമായി തിരഞ്ഞെടുക്കുന്നതാണെങ്കിൽ, ഹല്ലേലൂയ, ആത്മീയമായി നാം അനുഭവിക്കുന്നതാണെങ്കിൽ അത് എന്നേക്കും നിലനിൽക്കുന്നതാകും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദൈവം തീമോഥെയോസ് പോലും ഇങ്ങനെ പറയുന്നത്. അതിന് മുകളിലൊരു വാക്യം വായിക്കുന്നത്, ഭക്തിവിരുദ്ധമായി കേൾവിക്കഥകളെ ഒഴിവാക്കി ദൈവഭക്തിക്ക് തക്കവണ്ണം അഭ്യാസം ചെയ്യുക. ശരീരാഭ്യാസം അല്പപ്രയോജനമുള്ളത് എത്രയെന്ന്. അപ്പം ശരീരാഭ്യാസം നമുക്കറിയാം. ലഹരിക്കും മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ നമ്മൾ അടിമപ്പെട്ട് നമ്മൾ അതിൽ കൂടെ സന്തോഷം കണ്ടെത്തിയാൽ, ഹല്ലേലൂയ, അത് അല്പപ്രയോജനമാണെന്നാണ് സ്തോത്രം വചനം പറയുന്നത്. ഹല്ലേലൂയ. പ്രിയരെ, സ്തോത്രം. അതൊക്കെ ഒരു മായയാണ്. എന്നാൽ ആത്മീയമായിട്ടാണ് നിങ്ങൾ സന്തോഷിക്കുന്നതെങ്കിൽ, ഹല്ലേലൂയ, അത് നിങ്ങൾക്ക് നിലനിൽപ്പ് തരിക തന്നെ ചെയ്യും. അപ്പം നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിലേക്ക് മടങ്ങി വരുവാൻ കഴിയണം. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിൻ്റെ വചനം പറയുന്നത്, ദാഹിച്ചിരിക്കുന്നിടത്ത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവൃത്തി നമ്മൾ വരുമ്പോൾ നമ്മുടെ ദാഹത്തെ മാറ്റുവാൻ, നമ്മുടെ ക്ഷീണത്തെ മാറ്റുവാൻ, നമ്മെ ശക്തിപ്പെടുത്തുവാൻ ദൈവവചനത്തെ കഴിയുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകൽ ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സ്നേഹിതരെ, നിങ്ങൾ കരങ്ങളൊക്കെ തട്ടി ദൈവത്തെ സ്തുതിച്ച്, ഹല്ലേലൂയ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ക്ഷീണങ്ങൾ മാറിപ്പോകാൻ കാരണമാകട്ടെ. ഹല്ലേലൂയ. അപ്പം മനുഷ്യൻ്റെ ജീവിതത്തിൽ ഹല്ലേലൂയ ഈ വരണ്ട അനുഭവങ്ങൾ മറ്റു വിധത്തിലും കടന്നു വരാം. ഞാൻ ഒന്ന് പറഞ്ഞത്, ഹല്ലേലൂയ, വരണ്ടതിൽ ശാരീരികമായ ക്ഷീണം, 2 ആത്മാവിൻ്റെ തളർച്ച. അതിൽ 2 വിധ മനുഷ്യർ. 1 ലോകപരമായി ജീവിക്കുന്ന മനുഷ്യൻ, 2 ആത്മീയപരമായി ജീവിക്കുന്ന മനുഷ്യൻ. വീണ്ടും 3-ാം ഘട്ടത്തിലേക്ക് വരുമ്പോൾ കാണുന്നത്, സ്തോത്രം, മനുഷ്യൻ്റെ ജീവിതത്തിൽ തളർച്ചകൾ നേരിടുന്നത് ശത്രുക്കൾ മുഖാന്തരം കടന്നു വരാം. ഹല്ലേലൂയ. അപ്പം നമുക്ക് അനവധി ശത്രുക്കൾ പെരുകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ക്ഷീണങ്ങൾ കടന്നു വരാം. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം പറഞ്ഞത്, യേശുക്രിസ്തു തന്നെ പറഞ്ഞത്, ഞാനോ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. ഹല്ലേലൂയ. അതേപോലെ ഈ വരണ്ട അനുഭവങ്ങളൊക്കെ ശത്രുക്കൾ മുഖാന്തരം നമുക്ക് കടന്നു വരാം. എവിടെയും നിന്ദകളും അപമാനങ്ങളും പരിഹാസങ്ങളും ദുഷികളും ഒറ്റപ്പെടുത്തുന്ന അനുഭവങ്ങളും ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, ഹല്ലേലൂയ, അത് കുടുംബത്തിലായാലും സമൂഹത്തിലായാലും സഭയിലായാലും നിങ്ങൾ കൂടി വരുന്ന സാഹചര്യങ്ങൾ എവിടെയായിരുന്നാലും നിങ്ങൾക്ക് നേരെ ചില ശത്രുക്കൾ എഴുന്നേൽക്കുമ്പോൾ അവരുടെ വാക്കുകൾ നിമിത്തം നിങ്ങൾ വരണ്ടു പോകുന്ന, ക്ഷീണിച്ചു പോകുന്ന അനുഭവത്തിലേക്ക് നിങ്ങൾ കടന്നു വരും. അവിടെ നിങ്ങൾ പ്രതികരിക്കാതെ, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ വചനം പറയുന്നത്, നിങ്ങൾ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അവരെ സ്നേഹിക്കണം എന്നാണ് യേശു പറയുന്നത്. ഹല്ലേലൂയ. അതേപോലെ നിങ്ങൾ
നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരെ സ്നേഹിക്കുകയും ഒക്കെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഹല്ലേലൂയ വരൾച്ചകൾ മാറാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനത്തിലേക്ക് തന്നെ മടങ്ങി വരണമെന്നാണ് പരിശുദ്ധാത്മാവ് നമ്മെക്കുറിച്ച് ഓർപ്പിക്കുന്നത്. അതേ പ്രിയ, ഇന്ന് നമ്മൾ കടന്നു പോകുന്ന ഈ കാലം എന്നൊക്കെ പറഞ്ഞ് വല്ലാത്തൊരു കാലഘട്ടമാണ്. ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ വളരെ ബുദ്ധിമുട്ടുന്ന അനുഭവങ്ങളാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, എന്നെ കേൾക്കുന്ന പ്രിയ മാതാവ് പിതാവ്, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ആ വരൾച്ചയുടെ അനുഭവങ്ങൾ മാറിപ്പോകട്ടെ. ആ വരണ്ട അനുഭവങ്ങൾ മാറിപ്പോകുവാൻ നിങ്ങൾ ദൈവസന്നിധിക്ക് മടങ്ങി വരണം. ഹല്ലേലൂയ. അപ്പം കാലം അതിൻ്റെ അന്ത്യത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അസമാധാനം ഭൂമിയിലൊക്കെ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എവിടെയും നാശത്തിൻ്റെ ബാധകളാണ്, എവിടെയും അക്രമങ്ങളാണ്, ഭയപ്പെടുത്തുന്ന ചിന്തകളാണ് ജീവിതത്തിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ നടുവിൽ ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം തളർന്നു പോകാതെ ഹല്ലേലൂയ ദൈവത്തിൻ്റെ വചനത്തിലേക്ക് മടങ്ങി വരണമെന്നുള്ളതാണ്. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ ക്ഷീണത്തെ അകറ്റാൻ വേണ്ടിയിട്ട് എന്താണ് നമ്മൾ ചെയ്യുന്നത്? സ്തോത്രം. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെ നാം വിശ്വാസപൂർവ്വം ഹല്ലേലൂയ നാം ഏറ്റുപറഞ്ഞുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ. അപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ ക്ഷീണങ്ങളെ വരൾച്ചകളെ മാറ്റാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെ നിങ്ങൾ ഏറ്റുപറയണം. എന്താണ് ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ? ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം യഹോവയുടെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകിയ പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തും, സ്വസ്ഥതയുള്ള വെള്ളത്തിനടുത്തേക്ക് എന്നെ നടത്തുമെന്ന് ഭക്തനായിരിക്കുന്ന ദാവീദ് ദൈവത്തിൻ്റെ വചനം ഏറ്റു പറയുന്നത് പോലെ പ്രിയ സരോട് ഹല്ലേലൂയ ഇന്ന് പകൽ പ്രിയരെ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ നിങ്ങൾ ഏറ്റു പറയുന്നെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ തളർച്ചയെ മാറ്റിത്തരുവാൻ ഇന്ന് പകൽ പരിശുദ്ധാത്മാവിന് കഴിയും. വിശ്വസിങ്ങർ കരങ്ങൾ തട്ടി ദൈവത്തെ സ്തുതിച്ചാട്ട് ഹല്ലേലൂയ. അപ്പം നമ്മൾ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ ഏറ്റുപറയണം. അങ്ങനെ നിങ്ങൾ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ ഏറ്റുപറയുമ്പോൾ നിങ്ങൾ ഇടറിപ്പോവാൻ ദൈവം അനുവദിക്കത്തില്ല. നിങ്ങൾ തല കുനിഞ്ഞു പോകാൻ കുമ്പിട്ട് പോകാൻ ദൈവം അനുവദിക്കുന്നില്ല. സ്തോത്രം. നിങ്ങൾ ചൈതന്യത്തോടുകൂടി എഴുന്നേൽക്കാൻ കാരണമാകും. ഹല്ലേലൂയ. അപ്പം നമ്മൾ വാഗ്ദത്തങ്ങൾ ഏറ്റു പറയുമ്പോൾ ഹല്ലേലൂയ വാഗ്ദത്തങ്ങൾ നമ്മൾ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ചൈതന്യം പ്രാപിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് പറഞ്ഞ് ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ തളർന്നു പോകരുത്. വചനം ഞാൻ ഒരിക്കലും വായിക്കുന്നു. വരണ്ട നിലത്ത് നീർത്തോടുകൾ പോലെയും ക്ഷീണമുള്ള ദേശത്ത് വൻപാറയുടെ തണൽ പോലെയും ദൈവത്തിൻ്റെ വചനം നിങ്ങൾക്ക് വെളിപ്പെടും. ഹല്ലേലൂയ. അപ്പം യേശുവിൻ്റെ സാന്നിധ്യം നമ്മൾ അനുഭവിക്കണമെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അത് നിങ്ങൾ ഇത് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പോൾ ക്ഷീണം നിങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോൾ, പ്രയാസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോൾ, പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഹല്ലേലൂയ നിങ്ങൾ ദൈവത്തിൻ്റെ വചനം പറഞ്ഞുകൊണ്ടിരിക്കണം. ദൈവത്തിൻ്റെ വചനത്തിൽ നിങ്ങൾ വിശ്വസിച്ചുകൊണ്ടിരിക്കണം. അത് അനുദിനം നിങ്ങൾ ഉരുവിട്ടുകൊണ്ടിരിക്കണം. നിങ്ങളുടെ ക്ഷീണങ്ങൾ മാറുക തന്നെ ചെയ്യും. അതാണ് പ്രവാചകൻ പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അതേപോലെ പുതിയ നിയമത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. തൻ്റെ ജീവിതത്തിനകത്ത് ഈ വരൾച്ചയുടെ വരണ്ട അനുഭവങ്ങൾ, ക്ഷീണത്തിൻ്റെ അനുഭവങ്ങൾ പലപ്പോഴും പൗലോസിനെ അലട്ടിക്കൊണ്ടിരുന്നപ്പോൾ, പൗലോസിനെ അത് ബാധിച്ചപ്പോൾ ഹല്ലേലൂയ സ്തോത്രം. പൗലോസ് എന്ന് പറയുന്ന വ്യക്തി എന്താണ് ചെയ്തത്? ഹല്ലേലൂയ ദൈവത്തിൻ്റെ വചനം പറയുവാൻ കാരണമായി എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം സകലത്തിനും മതിയാകുന്നു. പിന്നെയും പൗലോസ് പറയും, ക്ഷീണം വരുമ്പോൾ എൻ്റെ കൃപ നിനക്ക് മതി. യേശുവിനോട് പറഞ്ഞ വാക്കുകൾ, വചനങ്ങൾ പൗലോസ് ഏറ്റുപറയുമായിരുന്നു. ഹല്ലേലൂയ. അത് ഇന്ന് പകൽ ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ട് സ്നേഹിത ഹല്ലേലൂയ എന്നെ കേൾക്കുന്ന സഹോദരി, ക്ഷീണങ്ങൾ കടന്നു വരുമ്പോൾ ആദരങ്ങൾ തുറന്ന് പറയണം, എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം സകലത്തിനും മതിയാകുന്നെന്ന് പറയുവാൻ നിങ്ങൾക്ക് കഴിയുന്നെങ്കിൽ, എൻ്റെ കൃപ നിനക്ക് മതിയെന്ന് നിങ്ങൾ ആദരങ്ങൾ കൊണ്ട് ദൈവത്തിൻ്റെ വാഗ്ദത്ത വചനങ്ങളെ പറയുന്നെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകളെ മാറ്റി തരുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. വിശ്വസിക്കുന്ന കരങ്ങളൊക്കെ തട്ടിയത് ദൈവത്തെ സ്തുതിച്ചാട്ട് ഹല്ലേലൂയ. അപ്പം ദൈവവചനമാണ് നമ്മുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹമായി മാറുന്നത്. അപ്പോൾ ഇവിടുത്തെ ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ കാണുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. യെശയ്യാവിൻ്റെ പുസ്തകം നമ്മൾ 44-ാം അധ്യായം ഹല്ലേലൂയ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്. സ്തോത്രം. അവിടെ എഴുതി വെച്ചിരിക്കുന്നത് സ്തോത്രം. ഹല്ലേലൂയ. അവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഹല്ലേലൂയ. അവിടെ എഴുതി വെച്ചിരിക്കുകയാണെങ്കിൽ 44-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം വായിക്കുമ്പോൾ കാണുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ സ്തോത്രം. ഭയപ്പെടേണ്ട, ദാഹിച്ചിരിക്കുന്നിടത്ത് ഞാൻ വെള്ളവും വരണ്ട നിലത്ത് നീരൊഴുക്കുകളും പകരും. നിന്റെ സന്തതിമേൽ എൻ്റെ ആത്മാവിനെയും നിന്റെ സന്താനത്തിന്മേൽ എൻ്റെ അനുഗ്രഹത്തെയും പകരുമെന്നാണ്.
അല്ലെങ്കിൽ എത്ര അനുഗ്രഹിക്കപ്പെട്ട വചനമാണ്. ദാഹിച്ചിരിക്കുന്നിടത്ത് ഞാൻ വെള്ളവും വരണ്ട നിലത്ത് നീരൊഴുക്കുകളും പകരും, നിന്റെ സന്തതിമേൽ എൻ്റെ ആത്മാവിനെയും നിന്റെ സന്താനത്തിന്മേൽ എൻ്റെ അനുഗ്രഹത്തെയും പകരുമെന്ന ഫ്രൈസറോട്. ഇവിടെ ദാഹം മാറ്റുവാൻ ദൈവത്തിൻ്റെ വചനത്തിനേ കഴിയുള്ളൂ. അപ്പോഴുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, ദൈവവചനത്തിലേക്ക് മടങ്ങി വരട്ടെ. ദൈവവചനമാണ് നമ്മുടെ ശരീരത്തിൻ്റെ ക്ഷീണങ്ങളെ മാറ്റുന്നത്. ഇതിനെക്കുറിച്ച് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഹല്ലേലൂയ പറയുവാൻ കാരണമായി തീർന്നത്. യേശുക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ പറഞ്ഞ ഹല്ലേലൂയ, യേശു പറഞ്ഞ ദൈവത്തിൻ്റെ വചനത്തിലേക്ക് വരികയാണ്. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 37-ാമത്തെ വാക്യം വായിക്കുന്നുണ്ട്. ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ നിന്ന് ഒടുക്കത്തെ നാൾ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്ന ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുമ്പോൾ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും എന്ന് വിളിച്ചു പറഞ്ഞു. അവനിത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവിനെ കുറിച്ചാകുന്നു പറഞ്ഞത്. യേശു അന്ന് വലിയ തേജസ്കരിക്കപ്പെട്ടില്ലായികയാൽ ആത്മാവ് വന്നിട്ടില്ലായിരുന്നു എന്നാണ്. അപ്പൊ യേശു പറയുന്നത് എന്താണ്? അല്ലെങ്കിൽ ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവരെല്ലാം എൻ്റെ അരികിൽ വന്ന് കുടിക്കട്ടെ എന്ന്. അതേപോലെ നമുക്ക് ഈ പുതിയ നിയമ സഭയുള്ള ഈ പുതിയ നിയമ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ വചനമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ദാഹത്തെ, ക്ഷീണത്തെ മാറ്റി തരുവാൻ കഴിയുന്നത്. അതുകൊണ്ട് ഇന്ന് പകൽ നമുക്ക് ആ ദൈവത്തിൻ്റെ വചനത്തിലേക്ക് മടങ്ങി വരുവാൻ കഴിയണം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് കാണാൻ കഴിയണം. അതെ, ദൈവത്തിൻ്റെ ഈ പ്രകൃതികളെ നാം നോക്കണം. ദൈവത്തിൻ്റെ പ്രകൃതി സൃഷ്ടിപ്പ്, ഈ പ്രകൃതികൾ ഹല്ലേലൂയ, ദൈവം സൃഷ്ടിച്ച ഈ മനോഹരമായ പ്രകൃതികൾ എത്ര സന്തോഷത്തോടെ ഓരോ നിമിഷങ്ങളും അതതിൻ്റെതായ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞവർ പ്രിയരെ, ജീവിതത്തിനകത്ത് കഷ്ടതകൾ കടന്നു വരുമ്പോൾ, പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ തളർത്തിക്കളയാതെ ദൈവം തൻ്റെ സൃഷ്ടികളെ നിലനിർത്തുന്നത് നാം ചിന്തിച്ചിട്ട് നമ്മുടെ ഹൃദയത്തിനകത്ത് ക്ഷീണങ്ങൾ അകറ്റിക്കളയുവാൻ, നമ്മുടെ ആത്മാവിൻ്റെ ക്ഷീണങ്ങൾ അകറ്റിക്കളയുവാൻ നമ്മുടെ ഹൃദയവും ഉദ്യാനമായി വളരണം. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയത്തിനകത്ത് ഉദ്യാനത്തിൻ്റെ അനുഭവം കടന്നു വരണമെന്നാണ് ഹല്ലേലൂയ ഒരു ഭക്തൻ എഴുതി വെച്ചിരിക്കുന്നത്. അതേപോലെ ഇന്ന് പകൽ ദൈവത്തിന് വചനം വായിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ക്ഷീണത്തെ മാറ്റുവാൻ ദൈവത്തിന് മാത്രമേ കഴിയുള്ളൂ. അത് സന്തോഷമുള്ള ഹൃദയം മുഖപ്രസാദം ഉണ്ടാക്കുന്നു എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ഹല്ലേലൂയ. സന്തുഷ്ട ഹൃദയം നല്ലൊരു ഔഷധമാകുന്നു, തകർന്ന മനസ്സോ അസ്ഥികളെ ഉണക്കുന്നു. നിങ്ങൾ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുക. അപ്പം നിങ്ങളെപ്പോഴും സന്തോഷത്തിരിക്കുന്ന കർത്താവ് ആഗ്രഹിക്കുന്നത്. അതെ, ഞാൻ വായിച്ച ദൈവജനത്തിൽ വന്ന് പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. വരണ്ട നിലത്ത് നീർത്തൂടുകൾ പോലെയും ക്ഷീണമുള്ള ദേശത്ത് ഒരു വൻപാറയുടെ തണൽ പോലെയും ഇരിക്കും. അതെ, ജീവിതം മടുത്ത് ജീവിതത്തിൽ നിരാശയുടെ ദുഃഖത്തിൻ്റെ നടുവിലൂടെ കടന്നു പോകുന്ന സ്നേഹിത, എനിക്കറിയുന്ന പ്രിയ മാതാവി, ഇതുപോലെ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ ശക്തമായിട്ട് ഇടപെടുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വാചനം ഹല്ലേലൂയ ഒരു നീർത്തൂട് പോലെ ഒഴുകട്ടെ. വാചനം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വൻപാറയുടെ തണൽ പോലെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടട്ടെ. അത് നിങ്ങളുടെ കുടുംബത്തിൻ്റെ വരൾച്ചയും നിങ്ങളുടെ വരൾച്ചയും നിങ്ങൾ കടന്നു പോകുന്ന ഏത് പ്രതിസന്ധി നീക്കി തരും. ഒരുപക്ഷെ നിങ്ങൾ മാറാരോഗ്യമായിരിക്കാം, ഒരുപക്ഷെ നിങ്ങൾ ഏതെങ്കിലും കഷ്ടതയിലേക്ക് കടന്നു പോകുന്നത്, ഏതെങ്കിലും പ്രതിസന്ധി നിങ്ങൾ അഭിമുഖീകരിക്കുന്ന വ്യക്തിയായിരിക്കാം. അതിൻ്റെ നടുവിൽ ദൈവവചനത്തിലേക്ക് മടങ്ങി വരാം. ഒന്നിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകൾ അടച്ചാട്ട് നീതിയോടെ ഭരിക്കുന്ന രാജാവ് ഹല്ലേലൂയ. അന്ന് പ്രഭുക്കന്മാർ നല്ല ന്യായത്തോടെ അധികാരം നടന്നു വായിച്ചല്ലോ. ആ കാലഘട്ടം അല്ലെങ്കിൽ സകലരും ആഗ്രഹിക്കുന്നതാണ്. അത് നമ്മുടെ കർത്താവിൻ്റെ വരവേറ്റ് ആസന്നമായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ലോകം വല്ലാത്ത അനുഭവത്തിൽ കടന്നു പോകുമ്പോൾ ലോകത്തിൻ്റെ സമാധാനത്തിന് വേണ്ടി, വ്യക്തികളുടെ സമാധാനത്തിന് വേണ്ടി നമുക്ക് ഒന്നിച്ച് ദൈവത്തിനെ പ്രാർത്ഥിക്കാം. എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ? നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവം അത്ഭുതങ്ങളെ ചെയ്യാൻ പോവുകയാണ്. നിങ്ങളുടെ വരൾച്ചയെ മാറ്റാൻ പോവുകയാണ്. നിങ്ങളുടെ സങ്കടങ്ങളെ മാറ്റാൻ പോവുകയാണ്. നിങ്ങളുടെ ദുഃഖങ്ങളെ മാറ്റാൻ പോവുകയാണ്. എല്ലാ കണ്ണുകളും അടച്ചാട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം. ഞങ്ങൾക്ക് നൽകിയ നല്ല വചനത്തിനായി സ്തോത്രം. വരേണ്ടതുള്ള നീർത്തുള്ളികൾ പോലെയും ക്ഷീണമുള്ള ദേശത്ത് വൻപാറ തണൽ പോലെയും ദൈവത്തിൻ്റെ വചന കർത്താവ് സകല കുടുംബങ്ങളിലേക്കും കടന്നിലിട്ട്, സകല വ്യക്തികളിലേക്കും കടന്നിലിട്ട്, ഇപ്പോൾ കടന്നു പോകുന്ന കർത്താവ് വരണ്ട അനുഭവങ്ങളെ, ഹല്ലേലൂയ, ക്ഷീണത്തിൻ്റെ അനുഭവങ്ങളെ ദൈവത്തിൻ്റെ വചനവർക്ക് കർത്താവ് ദീർഘോടായി ഹല്ലേലൂയ ദൈവത്തിൻ്റെ വചനവർക്ക് തണലായി മാറി അവർ അനുഭവിക്കുന്ന എല്ലാ കഷ്ടതയും സകല ജനത്തെ വിടിവിക്കുവാൻ യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. സാമ്പത്തിക ഞെരുക്കങ്ങൾ, കടബാധ്യതകൾ, ഹല്ലേലൂയ, ലോണുകൾ, ജപ്തി നടപടികൾ, രോഗങ്ങൾ, വിവിധ കുടുംബ പ്രശ്നങ്ങളിലൂടെ തളർന്നു പോയിരിക്കുന്ന
ചെയ്യുന്ന സകല ജനതയും ഇന്ന് പകൽ ദൈവവചനത്തിലേക്ക് ഏൽപ്പിക്കുകയാണ്. സൗഖ്യം ദൈവം കൊടുക്കണമേ, സമാധാനം കൊടുക്കണമേ. ഞങ്ങളുടെ ലോകത്ത് കർത്താവ് അസമാധാനം കൊണ്ട് നിറയപ്പെട്ട അതിക്രമങ്ങൾ, അക്രമങ്ങൾ, പാപം കൊണ്ട് നിറയപ്പെടുമ്പോൾ കർത്താവ് നീതിയോടെ ഭരിക്കുന്ന രാജാവിൻ്റെ ദൈവിക സാന്നിധ്യം ലോക രാജ്യങ്ങൾ വെളിപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. 7 വൻകരയോട് പ്രാർത്ഥിക്കുക. തെക്കേ അമേരിക്ക, വടക്കേ അമേരിക്ക, യൂറോപ്യൻ, ഏഷ്യൻ, ആഫ്രിക്കൻ, ഓസ്ട്രേലിയ, അന്റാർട്ടിക്ക രാജ്യങ്ങൾക്കായി 800 കോടിയിലേക്ക് വരെ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു, തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ഭരണാലയ ആമേ നേതാക്കന്മാർക്കായി, രാഷ്ട്ര തലവന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. രാജാക്കന്മാർ, രാജ്ഞന്മാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ലേവലരിയ, പട്ടാള മേധാവികൾ, ഗോത്രങ്ങളെ ഭരിക്കുന്ന, ദ്വീപുകളെ ഭരിക്കുന്നവരെ ഓർക്കുന്നു. വിദേശ പൗരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കായി, അല്ലെങ്കിൽ വിദേശങ്ങളിൽ ജാമ്യക്കർത്താൻ പഠിക്കുന്നവർക്കായി, വിവിധ ബിസിനസ്സുകൾ, കമ്പനികൾ ആമയൊക്കെ നടത്തുന്നവർ ഓർക്കും. വിദേശ മിഷനുമാരിക്ക് ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. സമാധാനം നഷ്ടപ്പെട്ട ലോക രാജ്യത്തിനകത്ത് കർത്താവ് ആക്രമങ്ങൾ പെരുകുന്നു. ആമയും വർഗീയതയും വർഗീയ കലാപങ്ങളും മതപീഡനങ്ങളും ഹല്ലേലൂയ ആമയൊക്കെ പെരുകിക്കൂട്ടി ഭീകരവാദന തീവ്രവാദങ്ങളൊക്കെ പെരുകുമ്പോൾ അതിൻ്റെ നടുവിൽ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ മനുഷ്യൻ പരസ്പരം സ്നേഹിക്കുന്നവരായി മാറുവാൻ, കരുതലുള്ളവരായി മാറേണ്ടനായി പ്രാർത്ഥിക്കുന്ന ദൈവമായി സ്തോത്രം. ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കും. 29 സംസ്ഥാനങ്ങൾ, 7 കേന്ദ്രപ്രദേശങ്ങൾ ഓർക്കുന്നു. 29 സംസ്ഥാന മുഖ്യമന്ത്രിമാർ, MLAമാർ, ഗവർണർമാർ, കളക്ടർമാർ, ഡെപ്യൂട്ടി കളക്ടർമാർ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിക്കായി, പ്രസിഡന്റായി, ഉപരാഷ്ട്രപതിക്കായി പ്രാർത്ഥിക്കുകയാണ്. നിയമ വിദഗ്ധന്മാർ, ഭരണതന്ത്രജ്ഞന്മാർ ഓർത്ത് പ്രാർത്ഥിക്കുന്നത്. എല്ലാ പേഴ്സണൽ സ്റ്റാഫുകളെയും പ്രൈവറ്റ് സെക്രട്ടറിമാരെ ഞങ്ങളെല്ലാം കർത്താവ് ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. വിവിധ വകുപ്പുകൾ കൈകാര്യം ചീഫ് സെക്രട്ടറിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. രാജ്യസഭ, ലോകസഭ, നിയമസഭ സ്പീക്കർമാർ, ഡെപ്യൂട്ടി സ്പീക്കർമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ രാജ്യസഭ, നിയമസഭ കർത്താവ് അവരുടെ വിവിധ തലങ്ങളിൽ ജോലിയിലായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് രാജ്യസഭ, ലോകസഭ MPമാർക്കായി ക്യാബിനറ്റ് മന്ത്രി, സഹമന്ത്രിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിവിധ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ട ദൈവങ്ങളെ ഏൽപ്പിക്കുകയാണ്. IAS, IS, IPS രംഗത്ത് നിൽക്കുന്ന എല്ലാ സിവിൽ ഉദ്യോഗസ്ഥന്മാരെയും വിദേശകാര്യ വകുപ്പിനായി, പ്രതിരോധ വകുപ്പിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഹല്ലേലൂയ കർത്താവ് വിദേശ രാജ്യങ്ങൾ അംബാസഡർമാരെ ഓർത്ത് പ്രാർത്ഥിക്കാൻ. എല്ലാ മേഖലയിലും ദൈവിക സമാധാനം ഉണ്ടാകുവാൻ ഞങ്ങൾ ദൈവകരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ജുഡീഷ്യറിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സുപ്രീം കോടതി, ഹൈക്കോടതി, സെഷൻസ്, മുനിസിപ്പൽ, ഫസ്റ്റ് ക്ലാസ് കോടതികൾക്കായി, സെക്കൻഡ് ക്ലാസ് കോടതി, അതിവേഗ കോടതി, CBI കോടതി, ഉപഭോക്തൃ കുടുംബ കോടതികൾക്കായി പ്രാർത്ഥിക്കുന്നു. 10,000 കേസുകൾ കെട്ടിക്കിടക്കുന്ന എല്ലാം തീർപ്പ് കൽപ്പിച്ച് കർത്താവ് മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ വരൾച്ചയോ ക്ഷീണത്തിൻ്റെ അനുഭവങ്ങൾ മാറ്റി ദൈവികമായ നീതി വെളിപ്പെടുവാൻ ഞങ്ങൾ ദൈവകരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ചീഫ് ജസ്റ്റിസ് അടക്കമുള്ള എല്ലാ ജഡ്ജിമാർ, അഭിഭാഷകർ, അഡ്വക്കേറ്റ് ജനറൽമാർ, പബ്ലിക് പ്രോസിക്യൂട്ടർമാർ, എല്ലാ കോടതി ജീവനക്കാരെ ഓർക്കുന്ന പട്ടാള മേധാവികൾക്കായി, ഞങ്ങളുടെ കരസേന, വ്യോമസേന, നാവികസേന മേധാവികൾ, അതിർത്തികൾ കാക്കുന്ന BSFയുടെ CRPനായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് കേന്ദ്ര സംസ്ഥാന കർത്താവ് ആഭ്യന്തര സെക്രട്ടറിയായി, DGP അടക്കമുള്ള എല്ലാ പോലീസ് അധികാരികളും പോലീസിന് വിവിധ വകുപ്പുകൾക്കായി പ്രാർത്ഥിക്കുന്നു. ഈ കൊറോണ കാലഘട്ട കർത്താവ് രാവുപോലില്ലാതെ സേവനം ചെയ്യുന്ന പോലീസ് അധികാരികളെ അനുഗ്രഹിക്കണമേ. അവരുടെ കുടുംബങ്ങൾക്കായി പ്രാർത്ഥിക്കുന്ന തലമുറകളെ അനുഗ്രഹിക്കണമേ പ്രാർത്ഥിക്കുന്നു. മനുഷ്യനുമായി വളരെ സഹകരിച്ച് കർത്താവ് സംഘർഷങ്ങളില്ലാതെ, സംഘടനകളില്ലാതെ കർത്താവ് മുമ്പോട്ട് വരെ ഒരുക്കണമേ. ക്രമസമാധാനം നഷ്ടപ്പെടുത്തുവാൻ ജനത്തെ ഒരിക്കലും അനുവദിക്കരുത്. അധികാരികളുടെ ഭാഗത്തുനിന്നും ജനങ്ങളുടെ നല്ല രീതിയോടെ ഭരണങ്ങൾ നടത്തുവാൻ ഞങ്ങൾ ദൈവകരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക. എക്സൈസിനായി, ഫോറസ്റ്റ് വിഭാഗങ്ങൾക്കായി കർത്താവ് മോട്ടോർ വിഭാഗത്തിന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ ക്രൈംബ്രാഞ്ച്, CBI, ഇന്റർപോൾ, രംഗത്തിൽ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആസൂത്രണ അധ്യക്ഷന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സാമ്പത്തിക വിദഗ്ധന്മാർ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, ന്യൂനപക്ഷ കമ്മീഷൻ, വനിതാ കമ്മീഷൻ, വിവരാവകാശ കമ്മീഷൻ, തെരഞ്ഞെടുപ്പ് കമ്മീഷനായി പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് വിവരാവകാശ കമ്മീഷൻ അവർ എല്ലാ മേഖല വിവിധ കമ്മീഷന്മാർക്കായി പ്രാർത്ഥിക്കാൻ. എല്ലാ മേഖല അത്ഭുതം ചെയ്യണമേ. ആരോഗ്യ മേഖലയ്ക്ക് എല്ലാ മെഡിക്കൽ ഭാഗത്ത് ഡോക്ടർമാർ, നഴ്സുമാർ, മെഡിക്കൽ സംഘടന ജോലി ചെയ്ത് അനുഗ്രഹിക്കണം. കൊറോണ കാലം രാവും പോലെ കഷ്ടപ്പെടുന്ന എല്ലാ ഡോക്ടർമാർ, നഴ്സുമാരെയും മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നതായി പ്രാർത്ഥിക്കുകയാണ്. വലുതും ചെറുതുമായ എല്ലാ വ്യാപാര സ്ഥാപനങ്ങളും, കമ്പനികളും, ജോലി ചെയ്യുന്ന നടത്തിപ്പുകാർക്കായി പ്രാർത്ഥിക്കുന്നു. തപാലുകൾ, ടെലിഫോൺ അയൽക്കാരുടെ പ്രാർത്ഥിക്കുന്ന പൊതുവെ സഹകരണ ഭാഗ്യമേൽ വിദ്യാഭ്യാസ മേഖലയ്ക്കായി സയന്റിസ്റ്റുകൾ, എഞ്ചിനീയർമാരോട് പ്രാർത്ഥിക്കുന്നു. കായിക മേഖലയ്ക്കായി, കാർഷിക മന്ത്രാലയത്തിനായി പ്രാർത്ഥിക്കുന്നു. അവരുടെ പൊതുവെ വാണിജ്യ വകുപ്പിനായി, വ്യവസായ വകുപ്പിനായി പ്രാർത്ഥിക്കുന്നു. റെയിൽവേ ടൂറിസം വകുപ്പിനായി പ്രാർത്ഥിക്കാം. എല്ലാ മേഖലയിലും ദൈവത്തിൻ്റെ കാര്യം പ്രവർത്തിക്കണമേ. ഹല്ലേലൂയ കർത്താവ് സ്തോത്രം ചെയ്യുന്നു. കരയിൽ കടലിൽ ആകാശമാർഗം വാഹനം ഓടിക്കുന്നവർ, യാത്ര ചെയ്യുന്നവർ, നിർമ്മിതാക്കൾ, വിൽപ്പനക്കാർക്കായി കർത്താവ് എയർപോർട്ട് ജീവനക്കാർ, കസ്റ്റംസ് ഓഫീസർമാർ, ഹോസ്പിറ്റലുകൾ എല്ലാ മേഖലയിൽ അത്ഭുതം ചെയ്യണം. യാചകർക്കായി, നിരാലംബരും പുറത്തിൽ അശരണമായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഓർഫനേജിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾക്കായി, വൃദ്ധസംഘ മാതാപിതാക്കളായി, ജോലിയിൽ പോയി തലമുറയിലായിരിക്കുന്നവർക്ക് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ ആഹാരത്തിന് വകയില്ലാതെ കഷ്ടപ്പെടുന്ന സകലരെയും ഞങ്ങൾ ഓർത്ത്
ഓർക്കുന്ന എല്ലാവരുടെ പേരും ദൈവത്തിന് അനുഗ്രഹങ്ങളെ പകരുവാൻ, ദൈവർക്ക് തണലായി മാറുവാൻ, ദൈവർക്ക് താമരയും ശാമരയും തണുപ്പായി മാറാൻ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഹല്ലേലൂയ. സകല ജനത്തെ അനുഗ്രഹിക്കണമേ പ്രാർത്ഥിക്കുകയാണ്. അല്ലെങ്കിൽ ജനത്തിൻ്റെ കർത്താവ് മദ്യവും മയക്കുമരുന്നും പരമ ലഹരി പദാർത്ഥങ്ങൾ കൊണ്ട് ഞങ്ങളുടെ ദേശം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കർത്താവ്, ജനം തകരുന്നു, കുടുംബങ്ങൾ തകരുന്നു, കുടുംബജീവിതങ്ങൾ തകരുന്നു, തലമുറകൾ തകരുന്നു, തലമുറകൾ കർത്താവ് പ്രശ്നങ്ങൾക്ക് അകപ്പെടുന്നു, അവർ ഗവൺമെൻറ് പശ്ചാത്തലത്തിലേക്ക് പോകുന്നു. അല്ലെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ തലമുറകളൊക്കെ ദൈവം വിടിവിക്കുന്നതായി പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. കർത്താവ് രാജ്യത്തിൻ്റെ സമാധാനത്തിനായി, ദേശ സമാധാനത്തിന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. എല്ലാ മേഖലയും അത്ഭുതം ചെയ്യണമേ പ്രാർത്ഥിക്കുകയാണ്. ഈ കർഷകർ കഷ്ടപ്പാടുകളും കാർഷിക മേഖലയോട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് എല്ലാ കടകളും തുറന്ന് പ്രവർത്തിക്കും, ലോട്ടം പൂർണ്ണമായി നിർവഹിക്കുവാൻ, ആരാധനകൾ തുറക്കപ്പെടുവാൻ, ആമയ്ക്ക് എല്ലാ കാർഷിക മേഖല അനുഭവത്തിൽ കർഷകர்கள் അനുഗ്രഹിക്കപ്പെടുവാൻ, ട്രേഡ് അനുഗ്രഹിക്കപ്പെടുക, എല്ലാ തൊഴിൽ മേഖലയും തുറക്കപ്പെടാൻ ഇവർ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. രോഗികളെണ്ണം കുറയിട്ട് കർത്താവ് ഇന്ന് പകൽ നാളെ പകൽ നടക്കുന്ന എല്ലാ ടെസ്റ്റുകളും എല്ലാം നെഗറ്റീവായി മാറുവാൻ, രോഗികളെണ്ണം വർദ്ധിക്കാതെ കേരളത്തിൽ പൂർണ്ണ സൗഖ്യം ലോകരാജ്യങ്ങളിൽ വഹിക്കുന്നതായി പ്രാർത്ഥിക്കുകയാണ്. എല്ലാ അസമാധാനത്തിന് അനുഭവം വിടുതൽ വഹിക്കണമേ. സകല വിധങ്ങളിൽ ദൈവം അത്ഭുതം ചെയ്യണം. സകലത്തെയും വിവരങ്ങൾ ഏൽപ്പിക്കുന്നു യേശുക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.